കാരണം മോഡി അവകാശപ്പെട്ടു ഞങ്ങൾ ഇവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയതോടുകൂടി ഞങ്ങളെല്ലാ പരിപാടികളും നടപ്പിലാക്കി രാമരാജ്യം സ്ഥാപിച്ചു. അപ്പോൾ ഒരു വളരെ സരസനായ ഒരാൾ ട്രോൾ ചെയ്തു, രാമരാജ്യത്ത് പെട്രോളിൻ്റെ വില 110, രാക്ഷസ രാജാവായ രാവണൻ്റെ ശ്രീലങ്കയിൽ 50 രൂപ ഇല്ലേ? പെട്രോളിന്, ഡീസലിന്, പാചകവാതകത്തിന് അദ്ദേഹം കൊടുത്ത ഉറപ്പുമല്ല ഇവിടെ പാലിച്ചോ? അത് മാത്രമല്ല, രാജ്യത്തെ കൃഷിക്കാർക്ക് കൊടുത്ത ഗ്യാരണ്ടി എന്തായിരുന്നു? നിങ്ങളുടെ ഉൽപ്പാദന ചെലവിന് ഇരട്ടി ലാഭവും ഉൾപ്പെടെ ഞങ്ങൾ താങ്ങുവില പ്രഖ്യാപിക്കും, മാത്രമല്ല അതിന് നിയമപരിരക്ഷ കൊടുത്തോ? ആ ഉറപ്പിന് വേണ്ടി 1 വർഷക്കാലം ഡൽഹിയിൽ മഞ്ഞിലും വെയിലിലും സമരം ചെയ്ത് കിട്ടിയ ഉറപ്പ് പാലിക്കാൻ വേണ്ടി ഒരു പ്രതിഷേധ സമരം നടത്താൻ അടുത്ത കാലത്ത് ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഡൽഹിയിലേക്ക് വന്ന കൃഷിക്കാരെ വഴിയിൽ മുള്ളുകമ്പി വേലി കെട്ടി തടഞ്ഞ് സിമന്റ് മതിലുണ്ടാക്കി അവരെ വെടിവെച്ച് കൊന്നില്ലേ? രാജ്യത്തെ തൊഴിലാളികളോട് പറഞ്ഞു, എന്താണ് തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കും, ക്ഷേമം. എന്താണ് ഈ 10 കൊല്ലം കൊണ്ട് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. 44 തൊഴിൽ നിയമങ്ങൾ, എല്ലാ തൊഴിൽ നിയമങ്ങളും ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റ് പാസ്സാക്കിയതാണ് കഴിഞ്ഞ 70 വർഷക്കാലം. ആ നിയമങ്ങളെല്ലാം ഒരു 4 കോഡാക്കി മാറ്റി ആ നിയമങ്ങളെല്ലാം അവർ ഭേദഗതി ചെയ്തു. എങ്ങനെയാ ഈ 4 ലേബർ കോഡുകൾ? ഇതെല്ലാം തൊഴിലാളികൾ അവകാശ സമരങ്ങൾ നടത്തി രക്തം ചൊരിഞ്ഞ് വിയർപ്പ് ചിന്തി നേടിയ അവകാശങ്ങൾ ഇപ്പോൾ ഈ 4 കോഡുകളിൽ കോർപ്പറേറ്റ് ഓറിയന്റഡ് നിയമങ്ങളായി മാറി. ഇങ്ങനെ ഒരു ഉറപ്പും പാലിച്ചില്ല. 10 കൊല്ലം കൊണ്ടെല്ലാം ഞങ്ങൾ നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുമ്പോൾ അതിനെക്കുറിച്ചൊന്നും മോഡി പറയുന്നില്ല. ഇന്നലെ അദ്ദേഹം ഭരണഘടനയിലെ 370-ാം വകുപ്പ് റദ്ദാക്കി കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. ആ രാജ്യത്തെ നേതാക്കളെ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിപ്പോൾ അവരെ ജനാധിപത്യത്തിൻ്റെ ശുദ്ധവായു പോലും വിശ്വസിക്കാൻ കഴിയാതെ അവരെ അദ്ദേഹം ശിക്ഷിച്ച ആ കാശ്മീരിലെ ഉധംപൂരിൽ നിന്ന് അദ്ദേഹം പറഞ്ഞു, ഹിന്ദുക്കളെ, ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളുടെ വികാരങ്ങൾ കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും നേതാക്കൾ അപമാനിക്കുന്നു. ചൂണ്ടിക്കാണിച്ച കാര്യം എന്താ? ശ്രാവണ മാസത്തിൽ ലാലു പ്രസാദ് യാദവും രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വസതിയിൽ വെച്ച് മട്ടൻ കറി ഉണ്ടാക്കി കൂട്ടി. ഒരു പ്രധാനമന്ത്രി പറയുക, നവരാത്രി ദിവസം ലാലു പ്രസാദിൻ്റെ യാദവ് തേജസ്വി യാദവ് മീൻകറി കൂട്ടി. തേജസ്വി യാദവിൻ്റെ മറുപടി ഉണ്ടായിരുന്നു, ഇത് നവരാത്രി ദിവസമല്ല. ഇന്ന് പ്രധാനമന്ത്രി, രാജ്യത്തുണ്ടായ ഒരു പ്രധാനമന്ത്രി ഇതുപോലെ അധപ്പതിച്ചപ്പോൾ ജനങ്ങളിൽ നിന്നുണ്ടായ പ്രതികരണം കണ്ട് അദ്ദേഹം പറഞ്ഞു, ഇഷ്ടമുള്ളവർക്ക് വെജിറ്റേറിയൻ കഴിക്കാം, നോൺ വെജിറ്റേറിയൻ കഴിക്കാം. ഞാൻ പറഞ്ഞത് ശ്രാവണ മാസത്തിൽ ഹിന്ദുക്കളാരും മത്സ്യവും മാംസവും കഴിക്കാറില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണോ? ഈ നാട്ടിലെ ഓരോ സ്വതന്ത്ര പൗരനും അവൻ ഏത് മതത്തിൽപ്പെട്ടവനായാലും എന്ത് ഭക്ഷണം കഴിക്കണം എന്നിവരാണോ തീരുമാനിക്കുന്നത്? എന്ത് വേഷം ധരിക്കണം എന്നിവരാണോ തീരുമാനിക്കുന്നത്? അതെല്ലാം ഈ മാറ്റം വരുത്തി വേഷധാരണത്തെക്കുറിച്ച് സംഘപരിവാറിൻ്റെ ആശയങ്ങൾ ഇവർ പറഞ്ഞു. ഭക്ഷണം കഴിക്കുന്നതിന് അടുക്കളയിലേക്ക് പോലും സംഘപരിവാറും BJPയും കടന്നു കയറി ആഹാരത്തെക്കുറിച്ച് ബീഫ് കഴിക്കാൻ പാടില്ല, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തി പശുവിൻ്റെ പേരിൽ എത്രയോ ആളുകളെ കൊന്നിട്ട് ജനങ്ങളുടെ ആഹാരം നിയന്ത്രിക്കാൻ പോയി. ഒരു പ്രധാനമന്ത്രി, രാജ്യത്തെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ അവകാശവാദങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ രാമക്ഷേത്രം പണിതു, 370 റദ്ദാക്കി, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നു, ഇതാ പൗരത്വ നിയമ ഭേദഗതി. അതെല്ലാം എന്തിനു വേണ്ടിയുള്ളതാ? രാജ്യത്തെ ദരിദ്ര ജനങ്ങളുടെ ദാരിദ്ര്യം അകറ്റാനല്ല. ഇന്ത്യ ഇന്ന് ദരിദ്ര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ വളരെ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെ വളരെ മുകളിലായിട്ടുണ്ട്. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി. കാരണം ഇന്ത്യൻ സമ്പദ്ഘടനയെ 10 കൊല്ലം കൊണ്ട് തകർത്തില്ലേ? നോട്ട് നിരോധനം, GST, എന്തെല്ലാമാണ് രാജ്യത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ദുരിതം. അതിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ചു എന്ന് പറയാൻ കഴിയാത്തൊരു പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയും
ലാലു പ്രസാദ് യാദവും തേജസ്വി യാദവും ശ്രാവണ മാസത്തിൽ വട്ടക്കറി കഴിച്ചു മീൻകറി, ഇത്രയും അധപ്പതിച്ച ഒരു പ്രചരണം ഇന്ത്യൻ പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടാവുമ്പോൾ അതെന്തിനാ പറയുന്നത്? ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരങ്ങളൊക്കെ അവരുടെ മുമ്പിൽ വെച്ചാണോ ഇവർ കഴിച്ചതല്ലല്ലോ, ശ്രാവണ മാസത്തിലാണോ കഴിച്ചതല്ലല്ലോ. അപ്പോൾ രാജ്യത്തെ ജനങ്ങളുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചുള്ളതോളം ഭൂരിപക്ഷം എന്ന് പറയുന്നത്, ഞങ്ങളൊക്കെ ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനങ്ങളെന്ന് പറയുന്നത് നമ്പറാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ എപ്പോൾ മാത്രമേ ഞങ്ങൾ ഭൂരിപക്ഷം എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളൂ. പ്രധാനമന്ത്രിക്ക് ഭൂരിപക്ഷം ഒരു പ്രത്യേക മതമാണ്, ന്യൂനപക്ഷം മറ്റ് മതങ്ങളാണ്. ഇന്ത്യയുടെ മതേതരത്തെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി. അതുകൊണ്ടാണ് അദ്ദേഹം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരങ്ങളെ മാനിക്കാത്തവരാണ് ഇന്ത്യ സഖ്യത്തിന്. നേരത്തെ പലതും പറഞ്ഞു. അതിൽ നിന്നൊരു കാര്യം എല്ലാവർക്കും വ്യക്തമായി. നരേന്ദ്രമോദിയും BJPയുടെയും പ്രചരണത്തിൽ അവർ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കുതിപ്പുണ്ടാക്കുമെന്ന അവകാശത്തോടു കൂടി വന്നവർ ഇപ്പോൾ കിതക്കുകയാണ്. മമതാ ബാനർജി കൽക്കട്ടയിലെ റാലിയിൽ വെല്ലുവിളിച്ചു മോദിയെ. 200 സീറ്റിനപ്പുറം നിങ്ങൾ കടക്കുമോ എന്ന് വെല്ലുവിളിച്ച് ചോദിച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞു. എന്താ കാരണം? RSS നടത്തിയ ഒരു സർവേയിൽ രഹസ്യമായി ആ സർവേയുടെ വാർത്തകൾ പുറത്തു വന്നതാണ് മമതാ ബാനർജി വെല്ലുവിളിക്കാൻ കാരണം. 200 സീറ്റിനപ്പുറം BJP കടക്കില്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടല്ലേ മോദി അവരുടെ കിതപ്പ് കൂടി എന്ന് മാത്രം പരിഭ്രമമാണ് കാണിക്കുന്നത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് 6ാമത്തെ പ്രാവശ്യം മറ്റന്നാൾ മോഡി വരികയാണ്. ഒരു സീറ്റ് പോലും ഇല്ലാത്ത സംസ്ഥാനമാണ്. കഴിഞ്ഞ തവണ ഒരു സീറ്റ് കിട്ടാത്തിടത്ത് ഇത്തവണ 2 കിട്ടും. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. പക്ഷേ അദ്ദേഹം വീണ്ടും വരുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നും കഴിഞ്ഞ തവണ കിട്ടിയ BJPക്ക് കിട്ടിയ സീറ്റുകളൊന്നും കേരളത്തിൽ കൈനീട്ടമില്ല. ഇന്ത്യയുടെ ഹൃദയഭൂമി ഉത്തരേന്ത്യയിൽ, നിങ്ങൾ പത്രങ്ങൾ വായിക്കുന്നവരല്ലേ, സർവേ പുറത്തു വരുന്നുണ്ടല്ലോ, മഹാരാഷ്ട്ര ഉൾപ്പെടെ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, എന്തിന് UP, രാജസ്ഥാൻ, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ബീഹാർ, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഇവിടെയെല്ലാം കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് കിട്ടിയതിനേക്കാൾ ഇന്ത്യ സഖ്യത്തിലെ SP ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് കിട്ടിയതിനേക്കാൾ 3 ഇരട്ടിയോ സീറ്റുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന് പ്രവചനം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്. മോദിയും കൂട്ടരും നടത്തുന്ന ഈ പരിഭ്രമം, അവരുടെ കിതപ്പ് കാണുമ്പോൾ ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിക്കുന്നു. ആ ആത്മവിശ്വാസം ഞങ്ങൾക്ക് വർദ്ധിക്കുമ്പോൾ പ്രവചനങ്ങൾ കണ്ടാണ് മോദി കൂടുതൽ ഭൂരിപക്ഷ വർഗീയ അതേ ആളിക്കത്തിച്ച് വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നത്. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുണ്ട്. എന്തിനാണ് പൗരത്വ നിയമം തന്നെ ഉയർത്തിക്കാണിക്കുന്നത് മോദിയും പിണറായിയും? പൗരത്വ നിയമം ഉയർത്തിക്കാണിക്കുമ്പോൾ മതം പൗരത്വത്തിന് മാനദണ്ഡമാക്കിയ പൗരത്വ നിയമ ഭേദഗതിയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. മതപരമായ പരിഗണന വെച്ചുകൊണ്ട് കാശ്മീരിൻ്റെ ഭരണഘടനാ പദവി റദ്ദാക്കിയതിനെയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. ഇതെല്ലാം കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമേ സംശയമുള്ളൂ എവിടെയാണ് പൗരത്വ നിയമം നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അത് ഞാൻ പറയാം. പക്ഷേ പാർലമെൻറ്റിനെ വിശ്വാസത്തിലെടുക്കാതെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പാർലമെൻറ്റ് പാസ്സാക്കിയ എല്ലാ നിയമങ്ങളും, ഈ 3 നിയമങ്ങൾ ഉൾപ്പെടെ പല നിയമങ്ങളും വേറെയുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് പിണറായി വിജയന് പൗരത്വ നിയമം മാത്രം റദ്ദാക്കിയാൽ മതി. ഞങ്ങൾക്ക് അതാണ് പ്രധാനം. പക്ഷേ ഞങ്ങളുടെ മുമ്പിൽ അതുപോലെ തുല്യ പ്രാധാന്യമാണ് യൂണിഫോം സിവിൽ കോഡ്. കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ഭരണഘടന ഭേദഗതി ചെയ്ത നിയമം, അതോടൊപ്പം തന്നെ ഞങ്ങൾ ഈ പറഞ്ഞ തൊഴിലാളി നിയമം, കർഷകരെ സംബന്ധിക്കുന്ന നിയമം, മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ടുകൊണ്ട് വിവരാവകാശ നിയമത്തിന് നേരെ ഉണ്ടാക്കിയ ഭരണഘടന നമ്മുടെ മൗലിക അവകാശങ്ങൾക്കുള്ള എതിരെയുള്ള നിയമം, ഇതെല്ലാം റദ്ദാക്കും. ഞങ്ങൾ ഒരു കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് പറയുന്നു. ഇന്ത്യൻ ഭരണഘടനയോടുള്ള ലംഘനമാണ് പൗരത്വ നിയമ ബിൽ എന്നതുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടിയും
പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും പാർട്ടി തീരുമാനമനുസരിച്ച് സുപ്രീം കോടതിയിൽ ഈ പൗരത്വ നിയമത്തിനെതിരായി ഹർജി നൽകി. ഈ രണ്ടു കൂട്ടരെയും രമേശ് ചെന്നിത്തല ഉയർത്തിയ വാദഗത മൗലിക ഈ പൗരത്വം നമ്മുടെ ജന്മാവകാശമാണ്. അത് പ്രധാനമായും ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും, ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും ജാതി നോക്കുകയല്ല. അവൻ ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രൈസ്തവരാവട്ടെ, സിഖാവട്ടെ, മറ്റേത് മതത്തിൽപ്പെട്ടവരായാലും അവരുടെ ജന്മാവകാശമാണ് പൗരത്വം. മതം മാനദണ്ഡമാക്കുന്നത് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ലംഘനമാണ്. അതാണ് ഇത്. മൗലികാവകാശങ്ങൾ ലംഘിച്ചു എന്നതാണ് ഞങ്ങളുടെ കേസിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്ന ഞങ്ങൾ ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ പറയുമ്പോൾ പൗരത്വ നിയമം ഉയർത്തിക്കാണിച്ച് യൂണിഫോം സിവിൽ കോഡ് പറഞ്ഞ് 370 പറഞ്ഞ് പ്രധാനമന്ത്രി വോട്ട് പിടിക്കുന്നത് പരാജയഭീതി മൂലം അദ്ദേഹത്തിന് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ നടത്തി ഇതെല്ലാം ചെയ്തിട്ടും 200 സീറ്റിനപ്പുറം കിട്ടില്ല എന്നുള്ളതുകൊണ്ട് കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ കാവ്യവൽക്കരിക്കാൻ, വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ച് അതിൽ നിന്നൊട്ടും വ്യത്യസ്തമായൊരവസ്ഥയല്ല. നമ്മുടെ മുഖ്യമന്ത്രി, ഞങ്ങൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ മോഡി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഒരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ടാക്കാനാണ് ഞങ്ങൾ ആൻ്റണിക്കും കേരളത്തിൽ UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചോദിക്കുന്നത്. മുഖ്യമന്ത്രി വോട്ട് ചോദിക്കുന്നതില്ല. മുഖ്യമന്ത്രിയുടെ പാർട്ടി ആകെ 44 സ്ഥലത്തെ മത്സരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ 10-60 മണ്ഡലങ്ങളിൽ. ബംഗാളിലും ത്രിപുരയിലും മുഖ്യമന്ത്രിയുടെ പോലെ തന്നെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ, ഞങ്ങളുടെ നേതാക്കന്മാരും അവിടെ വോട്ട് പിടിക്കുന്നത് ഒന്നാന്തരം ത്രിവർണ്ണ പതാകയും അരിവാൾ ചുറ്റുക നക്ഷത്രമുള്ള രക്തപതാകയും ഒരുമിച്ച് കെട്ടിയാണ് അവിടെ വോട്ട് പിടിക്കുന്നത്. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ കന്യാകുമാരിയിലെ ചിത്രം ഇന്നലെ പത്രങ്ങളിൽ വന്നു. അവിടുത്തെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രചരണം എന്താ? കൈപ്പത്തിയും അരിവാൾ ചുറ്റിയ നക്ഷത്രവുമാണ്. മുഖ്യമന്ത്രിക്ക് ഇവിടെയുള്ള പ്രശ്നം നരേന്ദ്രമോദിയേക്കാൾ ശക്തമായി പൗരത്വ നിയമം ഉന്നയിക്കുകയും നരേന്ദ്രമോദി ഞങ്ങളെ ഇന്ത്യ സഖ്യത്തെയും കോൺഗ്രസിനെയും എതിർക്കുന്നതിനേക്കാൾ നിശ്ചിതമായി ഞങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി. അതുകൊണ്ട് ഇന്നലെ ഞങ്ങളുടെ KPCC ആസ്ഥാനത്ത് പത്രലേഖകരോട് ഞാൻ പറഞ്ഞു, 6-ാം പ്രാവശ്യം പ്രധാനമന്ത്രി മെനക്കെട്ടിങ്ങോട്ട് വരണ്ട, അദ്ദേഹത്തിന് എല്ലായിടത്തും പോകണ്ടേ. ഇവിടെ BJPയുടെ താരപ്രചാരകനായി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് കളം നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തിനാണ് പ്രധാനമന്ത്രി വീണ്ടും ബുദ്ധിമുട്ടി ഇങ്ങോട്ട് വരുന്നതെന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. അത് ഞാൻ ആവർത്തിക്കുന്നു. കാരണം നരേന്ദ്രമോദിയേക്കാൾ എത്ര ശക്തിയായിട്ടാണ് പിണറായി വിജയൻ ഇവിടെ കോൺഗ്രസിനെ എതിർക്കുന്നത്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാതിരിക്കാൻ അദ്ദേഹം ഉയർത്തുന്ന ന്യായങ്ങൾ. മാർക്സിസ്റ്റ് പാർട്ടിയിലെ മുഴുവൻ ആളുകളും ജയിച്ചു പോയാലും എത്ര ആളുകൾ ജയിക്കും? അതുമാത്രമല്ല, ഇന്ത്യ സഖ്യം നടത്തിയ അവസാനത്തെ ഡൽഹി റാലി രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഖാർഗെജിയോടൊപ്പം തോളോട് തൂളിയിരുന്നിരുന്ന ആരാ? സീതാറാം യെച്ചൂരി, D രാജ, ശരത് പവാർ. ആ സീതാറാം യെച്ചൂരിയും D രാജയും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരണം എന്ന് പറയുമ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ നിങ്ങൾ പരാജയപ്പെടുത്തണം, അതും ഞങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ BJPയേക്കാൾ ശക്തിയായി അദ്ദേഹം ഞങ്ങളെ എതിർക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താ? അപ്പം മാർക്സിസ്റ്റ് പാർട്ടിയും CPM-ഉം തമ്മിൽ അന്തർധാരയുണ്ടെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് ആ വാക്ക് ഒരുമാതിരി തേഞ്ഞു പോയതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, ഇത് BJPയുടെ താരപ്രചാരകനായി CPM-ന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിയ സ്ഥിതിക്ക് മോദിയുടെയും BJPയുടെയും പ്രചരണത്തിന് യഥാർത്ഥത്തിൽ പ്രസക്തി കുറഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അതുകൂടി പറഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തെ രക്ഷിക്കുക, മതേതരത്വത്തെ രക്ഷിക്കുക, ഭരണഘടനയെ രക്ഷിക്കുക, ഇന്ത്യയെ വീണ്ടെടുക്കുക. അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. കൈപ്പത്തി ചിഹ്നത്തെ രക്ഷിക്കാനല്ല. സഖാവ് AK ബാലൻ പറഞ്ഞതുപോലെ അരിവാൾ ചുറ്റുക നക്ഷത്രത്തെ
ഈ തെരഞ്ഞെടുപ്പിൽ രക്ഷിച്ചില്ലെങ്കിൽ ഈനാമ്പേച്ചിക്കും എന്താണ് മറ്റേ അല്ല എലിപ്പത്തായത്തിന് വോട്ട് ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് ആ പ്രശ്നമല്ല. ഞങ്ങൾക്ക് കൈപ്പത്തി ഞങ്ങളുടെ ചിഹ്നമാണ്. ഞങ്ങൾ വളരെ വളരെ അഭിമാനത്തോടു കൂടി ഉയർത്തിപ്പിടിക്കുന്ന ചിഹ്നമാണ്. പക്ഷേ ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയെ രക്ഷിക്കാനാണ് ആന്റണിക്ക് നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഞങ്ങൾ ഈ രാജ്യത്തെ ഇന്ത്യയെ വീണ്ടെടുക്കാനാണ് നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് മോദിയുടെ ദുർഭരണത്തിനും വർഗീയ ധ്രുവീകരണത്തിനും ഒരു ഫാസിസ്റ്റ് ഭരണത്തിനും എതിരായിട്ടുള്ള ഒരു ഭരണകൂടം ഇവിടെ സൃഷ്ടിക്കാൻ നിങ്ങളുടെ വോട്ട് ഞങ്ങൾ ചോദിക്കുമ്പോൾ കേരളത്തിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന CPM ബംഗാളിലും ത്രിപുരയിലും ഇന്ത്യയിലെ രാജസ്ഥാനിൽ മത്സരിക്കുന്നുണ്ട്. പലയിടത്തും അവർ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി വോട്ട് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഒറ്റപ്പെട്ട ശബ്ദം ആരെ സഹായിക്കാനാണ്, ആരെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്ന് ഇവിടെ മാർക്സിസ്റ്റ് പ്രവർത്തകർ LDF പ്രവർത്തകർ ചിന്തിക്കണം എന്നാണ് എനിക്ക് ഇവിടുത്തെ വോട്ടർമാരോട് പ്രത്യേകമായി പറയാനുള്ളത്. അല്ല അത് പറയാം. നേതാവിന്റെ ഒരു മകനാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അങ്ങനെ അടക്കം തള്ളി പറഞ്ഞപ്പോ ആ പ്രസ്താവനയെ കുറിച്ച് ചോദിച്ചപ്പോ മാധ്യമങ്ങളോട് പറഞ്ഞത് ചന്ദ്രനെ നോക്കി കുறைക്കുന്ന പട്ടികളെ പോലെയാണ് കോൺഗ്രസ് നേതാക്കളെന്നാണ്. എന്താണ് സ്റ്റേറ്റ്മെന്റ്? അതോടൊപ്പം വേറെ ഒന്നുകൂടെ പറഞ്ഞു നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. നരേന്ദ്രമോദി അത് നരേന്ദ്രമോദിയെ നോക്കി വിമർശിക്കുന്നതിനല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ ഇതേ ആള് തന്നെ പറഞ്ഞതെന്താ, കോൺഗ്രസിൽ ഇപ്പോഴുള്ളതെല്ലാം കാലഹരണപ്പെട്ട നേതാക്കളാണ്. AK ആന്റണിയുടെ പത്രസമ്മേളനത്തിന് ശേഷം പറഞ്ഞതുകൊണ്ട് അതൊരിക്കലും എന്നെയോ VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ ഉദ്ദേശിച്ചല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിന് ശേഷം പറഞ്ഞ ഞാനൊരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഈ ലോകം മുഴുവൻ ഇന്ത്യയിലെ ഏറ്റവും സംശുദ്ധരായ രാഷ്ട്രീയ നേതാവായി ജനങ്ങൾ ഉയർത്തിക്കാണിച്ചിട്ടുള്ള AK ആന്റണി, ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അദ്ദേഹം ഒരു ആരാധനാമൂർത്തിയാണ്. കേരള രാഷ്ട്രീയത്തിൽ യുവജന മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശ്രീ K കരുണാകരനും AK ആന്റണിയും കൂടിയാണ് കേരളത്തിൽ നേതൃത്വം നൽകിയത്. ആ AK ആന്റണിയെ കാലഹരണപ്പെട്ട നേതാവാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് പറയുന്നതാരാ? AK ആന്റണിയുടെ രക്തത്തിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ പുത്രൻ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, കാലുമാറി കൂറുമാറി ഭാഗ്യാന്വേഷിയായി അധികാരത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ ആദർശങ്ങളിൽ ഒന്നും അടിയുറച്ച് വിശ്വസിക്കാത്ത AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. രാഷ്ട്രീയം പറയട്ടെ, കുഴപ്പമില്ല. മോഡിയെക്കുറിച്ച് പറയട്ടെ, കുഴപ്പമില്ല. പക്ഷേ സ്വന്തം പിതാവിനെ നോക്കി കാലഹരണപ്പെട്ട നേതാക്കളിൽ അദ്ദേഹത്തെ പറഞ്ഞപ്പോൾ ഈ എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ വലിച്ചെറിയുന്ന മരുന്ന് പോലെയാണോ പിതാവും മാതാവും? ഈ 30 വെള്ളിക്കാശിന് ക്രിസ്തു ഭഗവാനെ ഒറ്റുകൊടുത്ത ജൂദാസിന്റെ യഥാർത്ഥ അവതാരമായി ഈ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിന്ന് അനിൽ ആന്റണി സംസാരിക്കുമ്പോൾ അയാളുടെ സഹതാപമാണ് തോന്നുന്നു. അത് മാത്രമല്ല, എവിടെ വെച്ചായാലിത് പറഞ്ഞത്? സാക്ഷാൽ ശബരിമല ശ്രീ ശാസ്താവിൻ്റെ ഈ കർമ്മഭൂമി അല്ലേ, ശബരിമല അയ്യപ്പൻ ഞങ്ങളൊക്കെ ചിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ്, നിങ്ങളൊക്കെ ചരിത്രം വായിച്ചിട്ടില്ല. അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ കണ്ട് അല്ലേ ശ്രീനിവാസനായനെ പന്തളത്ത് പോയി വണങ്ങി അവരോട് യാത്ര ചോദിച്ചാണ് ഈ ശബരിമലയിൽ അദ്ദേഹം വന്ന് അല്ലേ തപസ്സിരുന്നത്. മാതാപിതാക്കളെ ദൈവമായി, മാതാപിതാ ഗുരോ ദൈവം എന്നുള്ളത് ഭാരതീയ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും BJPക്കാരും അതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ BJP പ്രവർത്തകരോട് RSS പ്രവർത്തകരോടും പറയാനുള്ളത്, ഒരു സ്ഥാനാർത്ഥിയെ
ഇവിടെ നരേന്ദ്രമോദി ഇവിടെ അദ്ദേഹത്തെ അവതരിപ്പിച്ചതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കും. പക്ഷേ സ്വതന്ത്രമായി ചിന്തിച്ച് വോട്ട് ചെയ്യുന്ന ആളുകൾ ആലോചിക്കണം. ഒരു പിതാവിനെ പിതൃത്വത്തെ തള്ളി പറയുന്ന, അതും എന്തിന് 4 വോട്ടിന് വേണ്ടി അദ്ദേഹം എത്ര വോട്ട് കിട്ടിയാലും അദ്ദേഹം ഇവിടെ നയിക്കാൻ പോകുന്നില്ല. AK ആന്റണി തോൽക്കും എന്ന് പറഞ്ഞതുപോലെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, അനിൽ ആന്റണി ജയിക്കണമെങ്കിൽ ഈ ഇന്നലെ പത്തനംതിട്ടയിൽ കാക്ക ബലന്ന് പറക്കണം. അല്ലാതെ അനിൽ ആന്റണിക്ക് ഇവിടെ കെട്ടിവെച്ച പണം കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം. പക്ഷെ സ്വന്തം പിതാവിനെ ഈ പിതൃനന്ദ നടത്തിയ അനിൽ ആന്റണിയുടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് പത്തനംതിട്ടയിലെ ജനാധിപത്യ മതേതര വിശ്വാസികളായ വോട്ടർമാരൊന്നും വോട്ട് ചെയ്യില്ല. ഭാരതീയ സംസ്കാരത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന RSSകാരും BJPക്കാരും ഒന്ന് ചിന്തിക്കണം എന്നെനിക്ക് അഭ്യർത്ഥന. ഈ വയനാട്ടിലെ ഗണപതി വട്ടത്തെ പരാമർശത്തെ കോൺഗ്രസ് നിശബ്ദം പാലിക്കാനാണ്. ഞങ്ങളൊരു നിശബ്ദവും പാലിക്കുന്നില്ല. വളരെ ശ്രദ്ധാമാനമായി തന്നെ സുരേന്ദ്രൻ പറഞ്ഞതെന്താ, ഞാൻ ജയിച്ചാൽ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കും. അദ്ദേഹം ജയിക്കാനും പോകുന്നില്ല, സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കാനും പോകുന്നില്ല. ഇതൊക്കെ എന്തിനാണ്? സുൽത്താൻ ബത്തേരി ഗണപതി വട്ടമാക്കാൻ സർക്കാരിന് ആലോചനയുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. ഇത് ഇയാൾ സർക്കാരിൻ്റെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നാലല്ലേ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ പ്രതിപക്ഷം പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്ന ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ മണ്ഡലത്തിൽ പത്തനംതിട്ട മണ്ഡലത്തിൽ ആന്റണി എന്ത് വികസന പ്രവർത്തനം നടപ്പാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാൻ? ആന്റണി ഈ നിയോജക മണ്ഡലത്തിലെ വികസനത്തിന് അദ്ദേഹത്തിന് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നു. പക്ഷേ ഈ 10 കൊല്ലം 5 കൊല്ലം UPA ഗവൺമെൻറ് ആയിരുന്നു. ആ കാലത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ അദ്ദേഹം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കണം. ഈ കഴിഞ്ഞ 10 കൊല്ലം മോദി ഗവൺമെൻറ് കേരളത്തിലെ 20 നിയോജക മണ്ഡലങ്ങളെയും വികസനത്തെ രാഷ്ട്രീയമായി അവർ ഏകപക്ഷീയമായിട്ടാണ് കേരളത്തോട് മൊത്തത്തിൽ കാണിച്ച അവഗണനയും ഈ പാർലമെൻറ്റ് അംഗങ്ങളോട് അവർ കാണിച്ച കടുത്ത അവഗണന ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ AK ആന്റണി എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ചോദിച്ചില്ലേ? ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ പോലെ ഈ ആന്റണി വാഗ്ദാനമൊന്നും നൽകിയില്ല. അദ്ദേഹം വന്ന ഉടനെ പറഞ്ഞു 3 മാസത്തിനകം 50,000 പേർക്ക് ജോലി കൊടുക്കും. ഇല്ലേ? ഈ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റി ഞാൻ ആലോചിക്കരുത്. കേരളത്തിന്റെ സമ്പദ്ഘടന തകർത്ത്, അതെ, കേരളത്തെ പാപ്പരാക്കിയ ഒരു ധനകാര്യമന്ത്രി, സമ്പദ്ഘടനയുടെ നട്ടലൊടിച്ചത് അദ്ദേഹം. പിണറായി വിജയന്റെ 2ാം മന്ത്രിസഭയിലെ ബാലഗോപാൽ അതിന്റെ കഴുത്ത് ധരിച്ചു കൊന്നു. അദ്ദേഹം ഈ കേരളത്തിന്റെ മുഖച്ഛായ വികൃതമാക്കിയ ആൾ ഇതാ ഇപ്പോൾ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്നു. ഇതൊക്കെ കണ്ട് വോട്ടർമാർ ചിരിക്കുവോ കരയുവോ എന്ന് എനിക്കറിഞ്ഞൂട. BJP ഇത്രയധികം എതിർത്ത് സംസാരിച്ചാണ്. കോൺഗ്രസ് ആണല്ലോ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ MLA-മാരാണ്, MP-മാരാണ്, മുഖ്യമന്ത്രിമാരടക്കം BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത് പോവും. കാരണം BJP ഇവരെല്ലാം വലവിരിക്കെടുക്കുക, ED കൊണ്ട് അന്വേഷണം നടത്തി ജയിലിലടയ്ക്കുന്നു, പ്രലോഭിപ്പിച്ച് BJP ഇവരെല്ലാം അടർത്തിയെടുക്കുന്നു. ഗോവയിലും മറ്റു പല സംസ്ഥാനങ്ങളിലും ജയിച്ചു വന്ന കോൺഗ്രസ് MLA-മാരെ പണം കൊടുത്ത് സ്വാധീനിച്ച് ചാക്കിട്ട് പിടിച്ച് ജനവിധി അട്ടിമറിച്ചില്ലേ? നരേന്ദ്രമോദിയും BJP-യും അമിത്ഷായും കഴിഞ്ഞ 10 വർഷം എല്ലാ പാർട്ടികളിലുമുള്ള ആളുകളെ അടർത്തിയെടുത്ത് അവരെ ചാക്കിട്ട് പിടിച്ച് കാല് മാറ്റി പണം കൊടുത്ത് അല്ലെങ്കിൽ ED ഉപയോഗിച്ച് പ്രതികാര നടപടി നടത്തി അവരെല്ലാം BJP-യിലേക്ക് കൊണ്ടുവരിക. ഇപ്പോൾ അത് വ്യാപകമായി ചെയ്യുന്ന എന്താ? ഇവരെല്ലാം വന്നില്ലെങ്കിൽ BJP-ക്ക് പല സംസ്ഥാനങ്ങളിലും ജയിക്കാൻ കഴിയില്ല. അരവിന്ദ് കെജ്രിവാളിനെ പോലൊരാളെ 2 സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിനെ തെരഞ്ഞെടുപ്പ് കാലത്ത് പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പ്രചരണത്തിന് ഇറങ്ങിയാൽ മോഡിക്ക് വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് പിടിച്ചവിടെ ഇട്ടു. ഞങ്ങളുടെ ഫണ്ട് ഫ്രീസ് ചെയ്തു. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞങ്ങൾ പ്രവർത്തിക്കരുത്. ഒരു പ്രതിപക്ഷത്തെ മുഴുവൻ ജയിലിലടക്കുക, നേതാക്കളുടെ പേരിൽ ഈ ED കള്ളക്കേസ് ഉണ്ടാക്കുക, എന്നിട്ട് ജയിക്കാനാണ് നോക്കുന്നത്. എന്നിട്ടും ഇവരെല്ലാം അടർത്തിയെടുത്തിട്ടും ഈ 200 സീറ്റിന് താഴെയാണെങ്കിൽ മോഡി ജനങ്ങളോട് മാപ്പ് പറയേണ്ടി വരും. സർവേ ഏതാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. അല്ല, ഞാൻ കോട്ട് ചെയ്തത്
കൽക്കട്ട റാലിയിൽ മമതാ ബാനർജി നടത്തിയ പ്രസംഗത്തിൽ അവർ പറഞ്ഞു, ഞാൻ ഒരു മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഞാൻ വോട്ട് ചെയ്തത്. അപ്പം നിങ്ങൾ ഈ ഏത് RSS പോലുള്ള ഒരു സംഘടന നടത്തുന്ന സർവേ നിങ്ങൾ എത്ര അതെ അവര് പറഞ്ഞതല്ല, RSSകാര് നടത്തിയ അന്വേഷണത്തിൽ 200 സീറ്റിനപ്പുറം കിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു എന്നാ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ നരേന്ദ്രമോദിയുടെ പ്രതീക്ഷ മുഴുവനും EVM-ലും ED-യിലുമാണ്. ഇത് രണ്ടും സഹായിച്ചില്ലെങ്കിൽ 155 സീറ്റിനപ്പുറം കിട്ടുമോ എന്ന് അതേ ദിവസം രാംലീല മൈതാനത്ത് നടന്ന റാലിയിൽ രാഹുൽ ഗാന്ധി ചോദിച്ചു. EVM-ൽ കൃത്രിമമുണ്ടെന്നുള്ളത് നേരത്തെ അത് എത്ര പെറ്റീഷനുകൾ കൊടുത്തു, ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളഞ്ഞു, സുപ്രീം കോടതി അതല്ല കഴിഞ്ഞ 2 തവണ BJP സർക്കാർ അധികാരത്തിൽ വന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിനു മുമ്പ് ഇവരല്ലല്ലോ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് ഈ ഇലക്ഷൻ കമ്മീഷൻ അല്ല തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതിനു മുമ്പ് ഗവൺമെന്റ് ഇവരുടേതല്ല. ഞാൻ പറയുന്നത് അതല്ലാതെ പിന്നെ EVM-ൽ കൃത്രിമം കാണിക്കാതെ BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിലല്ലാതെ മറ്റ് പാർട്ടികൾക്ക് സ്വാധീനമുള്ള സ്ഥലത്ത് EVM കൊണ്ടുവയ്ക്കാനുള്ള ധൈര്യം ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുമോ? അല്ല, കർണാടകയിലൊന്നും EVM വയ്ക്കാൻ ധൈര്യമില്ല. ആ ധൈര്യമില്ലാത്തതുകൊണ്ട് തന്നെ, കാരണം ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത് അതാത് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാർ. അതെ, EVM-ൽ കൃത്രിമമുണ്ടെന്ന് കപിൽ സിബില് അദ്ദേഹം കേസ് കൊടുത്തു, അദ്ദേഹം ശക്തിയായി വാദിച്ചു. ഇലക്ഷൻ കമ്മീഷൻ സർക്കാരിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റായിട്ടല്ലേ പ്രവർത്തിക്കുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷന്റെ സ്വതന്ത്ര സ്വഭാവം അവർ നഷ്ടപ്പെടുത്തിയില്ലേ? ജുഡീഷ്യറിയെ പോലും കയ്യിലടക്കിയല്ലേ? പക്ഷെ ചീഫ് ജസ്റ്റിസ് ഒഴിച്ചും എല്ലാവരും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരല്ലേ? ഇതെല്ലാം പിന്നെ എന്താണ് പരസ്യമായ രഹസ്യങ്ങളാണ്. എന്തിന് ജാമ്യം എടുക്കണം? രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താ? EVM-ഉം ED-യിലുമാണ് നരേന്ദ്രമോദിയുടെ 370-ന്റെ പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, തെളിയിക്കാൻ എന്താ? ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ഒറ്റക്കെട്ടായി വാദിച്ചു. ഇപ്പോഴും പോയി എന്താണ് അത് പറയുന്നത് കേക്ക്. നിങ്ങൾ പത്രം വായിക്കുന്നവരെ VVPAT നടപ്പിലാക്കണമെന്ന് പറഞ്ഞു. അത് എല്ലാ പോളിംഗ് ബൂത്തിലും അത് അംഗീകരിച്ചില്ല. സുപ്രീം ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളഞ്ഞു. എത്ര തവണ കോടതിയിൽ പോയി, ഇപ്പോഴും കോടതി കിടക്കാം. ഞാൻ പറയുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു കൃത്രിമം ഉണ്ടായാൽ അത് തിരുത്താൻ പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനോടാണ്. ഇലക്ഷൻ കമ്മീഷൻ ഗവൺമെന്റിന് കൂട്ടുനിന്നാൽ നീതി ലഭിക്കാൻ സുപ്രീം കോടതിയാണ് സമീപിക്കേണ്ടത്. ഇവിടെ ഒരിടത്തും ഈ ന്യായം ഉന്നയിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറില്ല. എല്ലാം തള്ളിക്കളയുകയാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ജനങ്ങളോട് പറയല്ലാതെ വേറെ എന്താ നമ്മുടെ മുമ്പിലുള്ള മാർഗം? അതാ ആണല്ലോ കപിൽ സിബിൽ ഒരിക്കൽ കൊടുത്ത കേസ് പറഞ്ഞത് എന്താണെന്നറിയാം? ഇതിനൊക്കെ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്തെല്ലാം കൃത്രിമങ്ങൾ നടത്താനുള്ള സ്കോപ്പുണ്ട്? ഡിജിറ്റൽ സാം പിട്രോഡ കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ നടത്തിയ ആളാ. അദ്ദേഹം അമേരിക്കയിലിരുന്ന് പറഞ്ഞു, എനിക്ക് നല്ല വ്യക്തമായ ഉറപ്പുള്ള, അദ്ദേഹം തെളിവും പറഞ്ഞു, ഈ EVM-ൽ കൃത്രിമം നടത്തിയതിനെ കുറിച്ച് അദ്ദേഹം ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം പറഞ്ഞു, ആരംഗീകരിക്കാൻ? ഇത് കേൾക്കാൻ പോലും തയ്യാറല്ല. പ്രധാനമന്ത്രി തയ്യാറല്ല, ആഭ്യന്തരമന്ത്രി തയ്യാറല്ല, ഇലക്ഷൻ കമ്മീഷൻ തയ്യാറല്ല, സുപ്രീം കോടതി തയ്യാറല്ല. ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി പരാജയപ്പെടുമെന്നാ ഞാൻ അല്ല BJP പരാജയപ്പെടുമെന്നാ ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് നിങ്ങളൊരു വാക്കി കയറി പിടിക്കൊന്നും വേണ്ട. സാധാരണ സംസാരിക്കുമ്പോ അല്ല അത് അതിജീവിക്കും. നോക്കിക്കോ, അത് ജനങ്ങൾ അല്ല കേരളത്തിലൊന്നും EVM കൊണ്ടുവയ്ക്കാനുള്ള ധൈര്യം ഇവർക്ക് ആർക്കില്ല. ദേശീയ തലത്തിൽ നിങ്ങൾ നോക്കിക്കോളൂ, BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ ഭരണ കുത്തകയുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിച്ചാലും
ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും വേണ്ട, BJPക്ക് ഭൂരിപക്ഷം കിട്ടും. ലോജിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും ഇന്ത്യ സഖ്യത്തിൽ. അതല്ല, ജനങ്ങൾ അതുപോലെ കോൺഷ്യസ് ആയിട്ട് വോട്ട് ചെയ്യും. ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ അതാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അവരുടെ വിജയ പ്രതീക്ഷ EVM-ലും ED-യിലുമാണെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അത് നിങ്ങളോട് അതെ, ഞങ്ങൾ ജയിക്കും. ജനങ്ങളിൽ വിശ്വാസമുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അതല്ല, അതാണ് ജനങ്ങളെ ഞങ്ങൾ അവരെ കോൺഷ്യസ് ആക്കാനാണെന്ന് പറയുന്നത്. അതിനാണല്ലോ VVPAT വേണമെന്ന് പറഞ്ഞത്. നമ്മൾ ചോദിക്കട്ടെ, വോട്ട് ഇതിൽ കിട്ടിയെന്ന് തെളിയിക്കുന്നതാണ് VVPAT. എന്തുകൊണ്ട് VVPAT അനുവദിക്കുന്നില്ല? എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? അല്ല, അത് അല്ല, എന്തുകൊണ്ടാണ് VVPAT അംഗീകരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? ഇലക്ഷൻ കമ്മീഷൻ ഒരു വലിയ വെല്ലുവിളി തന്നെ നടത്തിയിരുന്നല്ലോ, ഇതിനെ ഹാക്ക് ചെയ്യൂ എന്ന് പറഞ്ഞു. അതെ, ആരും വന്നില്ലല്ലോ. അല്ല, ഇതൊക്കെ എല്ലാവരും പോയി, എല്ലാവരും ചർച്ച ചെയ്തു. ഇലക്ഷൻ കമ്മീഷനിൽ എത്ര തവണ പോയി? കോടതിയിൽ പോയില്ലേ? ഹാക്ക് ചെയ്യാൻ പറ്റുന്നവരുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവന്നില്ല? അത് കൊണ്ടുവന്നല്ലോ, കൊണ്ടുവന്നു. ടെക്നോക്രാറ്റുകൾ കൊണ്ടുവന്നു, കോടതിയിൽ കൊണ്ടുപോയി. അല്ല, അതൊക്കെ എല്ലാം ചെയ്ത് പരാജയപ്പെട്ടത്. നിങ്ങളുടെ വാദത്തിന് വേണ്ടി എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അതല്ല, ഈ ഇന്ത്യ സഖ്യം ഒന്നടങ്കം ഈ ഇലക്ട്രോണിക് മിഷന്റെ കൃത്രിമത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തെളിയിക്കാൻ എങ്ങനെയാ തെളിയിക്കാൻ പറ്റും? ആണല്ലേ, അത് കോടതിയുടെ മുമ്പിലല്ലേ തെളിയിക്കാൻ പറ്റൂ? അല്ലല്ല, അത് തെളിയിക്കാൻ കൊണ്ടുപോയ തെളിവുകളെല്ലാം നിങ്ങൾ അതിന്റെ ചരിത്രം, നിങ്ങൾ വെറുതെ ചരിത്രമൊന്നും മനസ്സിലാക്കാതെ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ ഹാക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ടെക്നോക്രാറ്റ്, ഡിജിറ്റൽ വിദഗ്ധന്മാർ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിൽ പോയി ഡെമോൺസ്ട്രേഷൻ നടത്തി. ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചില്ല. കോടതിയിൽ പറഞ്ഞു അംഗീകരിച്ചില്ല. ഉണ്ടെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇലക്ഷൻ അല്ല, ഞാൻ AICCയുടെ എല്ലാ ഇന്ത്യ സഖ്യത്തിലെ ഡെലിഗേഷൻ ഈ അടുത്ത കാലത്ത് ഒരു ഇലക്ഷൻ കമ്മീഷൻ നിങ്ങളും ഞാനും ഏതായാലും ഡിജിറ്റൽ വിദഗ്ധന്മാരല്ലല്ലോ. ഡിജിറ്റൽ വിദഗ്ധന്മാർ തന്നെ ഇത് ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്, ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അല്ല, സാധ്യത ഉള്ളതുകൊണ്ടല്ലേ അവര് ആരോപണം ഉന്നയിച്ചത്. ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായാൽ കോടതി അത് എന്റർടൈൻ ചെയ്താൽ തെളിയിക്കും. ഒരു ചോദ്യം പ്രധാനമായി നമ്മളിപ്പോ പറയുന്നത് വലിയ മുസ്ലിം ലീഗിനെ വല്ലാത്ത തോതിൽ പ്രധാനമന്ത്രി ആക്രമിക്കുന്നു. അത് മുഹമ്മദ് അലി ജിന്നയുടെ ലീഗാണ് എന്ന പ്രചരണം നടന്നത്. കഴിഞ്ഞ തവണ ഉത്തരേന്ത്യയിൽ പ്രചരണം വല്ലാത്ത തോതിൽ ആഞ്ഞടിച്ചൊക്കെയാണ്. അതിനെ അതിജീവിക്കാൻ നമുക്ക് ആ ഘട്ടത്തിൽ കഴിഞ്ഞില്ല. ഇപ്പോഴും അതിനെ അതിജീവിക്കാൻ രാഹുൽ ഗാന്ധി റോഡ് ഷോ നടത്തിയപ്പോൾ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മൊത്തം പതാകകൾ മാറ്റുമായിരുന്നു എന്ന് അത് ശരിയായ നിലപാടാണ്. അതിനെയൊന്നും അതിജീവിക്കാനല്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ. എന്തുകൊണ്ട് പതാക? അതല്ല, പതാക ഞങ്ങൾക്ക് ഈ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ പതാക ഉപയോഗിക്കണം എന്ന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ തോന്നിയില്ല. കാരണം ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കുമ്പോഴല്ലല്ലോ പതാക ഉപയോഗിക്കേണ്ടത്. സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് ഉപയോഗിക്കാം, യോഗങ്ങളിൽ ഉപയോഗിക്കാം. ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അല്ല, ഞങ്ങളുടെ തീരുമാനം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. റീസൺ ഒരു പതാകയും വേണ്ട എന്നുള്ളതാ. ഐക്യമുന്നണി രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയല്ല, ഞങ്ങൾ പതാക അല്ലല്ല അല്ല ഞങ്ങളെ പതാക ഉപയോഗിച്ചാൽ മാധ്യമങ്ങൾ പതാക ഉപയോഗിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിക്കും. ഇപ്പൊ ഞങ്ങൾ അല്ലല്ല ഇല്ല ഞങ്ങൾക്കറിയാം. അല്ല, പതാക നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ പതാകയെ പിടിച്ചിട്ടല്ല പോയത്. ഞങ്ങളെടുത്ത് അതാ. പക്ഷെ അതല്ല, ഞങ്ങളെ പതാക ഉപയോഗിക്കാൻ പറഞ്ഞിട്ടില്ല. പത്തനംതിട്ട ആന്റണി പ്രകടനമായിട്ട് വോട്ട് പോലും ഇല്ല. ചോദ്യം ക്ലിയറായിട്ട് ചോദിക്കാം. നോമിനേഷൻ സമയത്ത് വേണ്ട, ഇനി പ്രചരണ സമയത്ത് രാഹുൽ ഗാന്ധി മുസ്ലിം ലീഗിന്റെ പതാക ഉപയോഗിക്കുമോ? ഇല്ല.
അത് കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കില്ല, പിന്നല്ലേ മുന്നണിയിലെ ഒന്നിന്റെയും പതാക ഉപയോഗിക്കില്ല. റീസൺ പറയൂ. റീസൺ പതാക വേണ്ട, ചിഹ്നം ഉപയോഗിച്ചാൽ മതി എന്നാ തീരുമാനം. അല്ല, അങ്ങനെയൊക്കെ 19 മണ്ഡലങ്ങൾ പിന്നെ എന്തിനു ഉപയോഗിക്കുന്നു? അല്ല, അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം. ഞങ്ങൾ വയനാട്ടിൽ കൊടുത്ത നിർദ്ദേശം ഒരു മണ്ഡലത്തിലും വേണ്ട. അല്ല, നിങ്ങൾ എത്ര വർഷത്തിൽ ചോദിച്ചാലും ഞങ്ങളുടെ തീരുമാനം ഇതാണ്. എല്ലായിടത്തും പതാക കൊണ്ടുപോയി, അല്ല പതാകയുമായി പോയി നോമിനേഷൻ കൊടുക്കാൻ അതൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കാം. അല്ലല്ല, ഓരോ മണ്ഡലത്തിലും അവർക്ക് ചെയ്യാം. ഓരോ മണ്ഡലത്തിലെയും ഐക്യമുന്നണി നേതാക്കൾക്ക് ഈ പ്രചരണത്തിൽ പതാക ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അവിടുത്തെ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചോളും. അല്ല, രാഹുൽ ഗാന്ധി പോകുന്ന പ്രചരണം അദ്ദേഹം 2-3 ദിവസമേ ഉള്ളൂ. അവിടെയെല്ലാം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചിഹ്നമായിരിക്കും പ്രദർശിപ്പിക്കും. ഏതാ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ എന്റെ ഉത്തരം ഞാൻ പറഞ്ഞു. ഇത്തരം ബാലിശമായ ചോദ്യങ്ങൾക്ക് എനിക്കങ്ങനെ ഉത്തരം പറയും. അതെ, ഞങ്ങളെ മുന്നണി, ഞങ്ങളുടെ പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള പതാക, ആ പതാക അല്ല, ഞങ്ങൾ ഒരു പാർട്ടിയുടെ ഐക്യമുന്നണിയാണ്. ഇപ്പൊ ഞങ്ങളെടുത്ത തീരുമാനം പതാക സ്ഥാനാർത്ഥി പ്രകടനമായിട്ട് പോകണ്ട, ആരുടെയും പതാക കൊണ്ടുപോകണം. ഞങ്ങളെടുത്ത തീരുമാനം ഞാൻ പറഞ്ഞിരി കൂടുതൽ ഞങ്ങളെടുത്ത തീരുമാനം ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്തുകൊണ്ടാണെന്ന്. അല്ല, കാരണം പറഞ്ഞല്ലോ, ഞങ്ങൾ അതാണ് തീരുമാനിച്ചത്. അല്ല, മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ ഞങ്ങളെടുത്ത തീരുമാനത്തിലേക്ക് ഞങ്ങളെ നയിച്ച കാരണങ്ങൾ ഞങ്ങൾക്ക് വിശദീകരിക്കാൻ ബാധ്യതയില്ല. അല്ല, അതിന് ഉത്തരം നിങ്ങൾക്ക് തന്നെ സ്വയം തീരുമാനിക്കാം. വേറെ വല്ലതും ഉണ്ടോ ചോദിക്കും? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. വേറെ വല്ലതും ഉണ്ടോ? വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും. സർവേകളൊക്കെ ഓരോന്നും ഓരോ രീതിയിലാണ്. എല്ലാ സർവേയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അന്തിമമായ ജനവിധി വരുമ്പോൾ ഈ സർവേ എത്രമാത്രം ശരിയാണ് ഇല്ലെന്നുള്ളത് നമുക്ക് അന്ന് വിലയിരുത്താം. അല്ല, വേറെ വിഷയം, പൗരത്വ ഭേദഗതി നിയമം എന്തുകൊണ്ട് കോൺഗ്രസ് പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്തി ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞത് സൗകര്യമില്ല. അത് ദേശാഭിമാനിയിൽ വന്ന വാർത്ത. വേറെ ഏതെങ്കിലും പത്രത്തിൽ അങ്ങനെ ഒരു വാർത്ത ഉണ്ടോ? അതെ, വേറെ വല്ല പത്രത്തിലുണ്ടോ? ഞങ്ങൾ എല്ലാ കരിനിയമങ്ങളും പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചാൽ ഞാൻ തിരിച്ചു ചോദിച്ചു. CPM-ന്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമം ഉപേക്ഷിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറയുന്നു, ഞങ്ങൾ എല്ലാ കരിനിയമങ്ങളും പിൻവലിക്കുമെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പൗരത്വ നിയമമുണ്ട്. അത്രേ ഉള്ളൂ. ഞങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കരിനിയമങ്ങളും ലത്താക്കും പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ കേട്ടില്ല. പൗരത്വ നിയമം, യൂണിഫോം സിവിൽ കോഡ്, ഈ ആർട്ടിക്കിൾ 350, കർഷക നിയമം, മറ്റെന്താണ് കാശ്മീർ, മറ്റേ എല്ലാം IPC അടക്കമുള്ള ഈ നിയമങ്ങൾ പാർലമെന്റിൽ ഒരു പ്രഹസനമായി പാസാക്കിയെടുത്ത നിയമങ്ങൾ, ലേബർ കോഡ്, അതുപോലെ കർഷകരെ സംബന്ധിക്കുന്ന നിയമങ്ങൾ, മാധ്യമ സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലക്കെടുത്ത നിയമം, ഇതെല്ലാം കരിനിയമങ്ങളാണ്. ഇതെല്ലാം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദാക്കും. അത് അദ്ദേഹം പറഞ്ഞ മറുപടി എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് എനിക്ക് ക്ലാരിറ്റി ഉണ്ടെന്ന് മാത്രമേ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂ. അതൊക്കെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾ സ്വയം ഉത്തരം തീരുമാനിക്കുക. ഓക്കെ, ഇനിയൊന്നുമില്ലല്ലോ. അതൊന്നും അവര് കാണാതെ ഒന്നും ചോദിച്ചാൽ ആയിരക്കണക്കിന് കോടിയുടെ വികസനമാണ് നിങ്ങൾ 15 വർഷം നിങ്ങൾ ചോദിച്ചു. 10 വർഷം പ്രതിപക്ഷത്തായിട്ടും ഇത്ര മാത്രം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. അതെ സുഹൃത്തെ, ഞാനും കുറച്ചു കാലം പത്രപ്രവർത്തനത്തിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആളാണ്.
നിങ്ങളുടെ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ഉത്തരം നന്നായിട്ട് എന്തുത്തരമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അറിയാം. പക്ഷെ നിങ്ങളിങ്ങനെ എല്ലാവരും എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്. ഇതേപോലെ ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള ധൈര്യം കൂടി ഒന്ന് പ്രകടിപ്പിച്ചാൽ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കും. അല്ല, പുള്ളി എഴുന്നേറ്റ് പോയില്ല നമ്മൾ ചോദിക്കാം. അല്ലല്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു, പിന്നെ ഈ ബോംബ് പൊട്ടിയ അവിടെ മുഴുവൻ സഖാക്കളും പോയത് അവര് ഈ ബോംബ് സ്ഫോടനത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പങ്കുണ്ട് എന്നല്ലേ അദ്ദേഹം തിരിച്ച് നിങ്ങൾ കേട്ടുകയാണോ? അദ്ദേഹം ആ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാ വീട്? അപ്പൊ പറഞ്ഞു കേൾക്കെ പറയട്ടെ, നിങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ടാ പറയുന്നത്. ഇല്ലല്ല അടൂർ. ആ ശരി. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞെന്താ, നിങ്ങളുടെ വീട്ടിന്റെ അടുത്ത് ഒരാൾ മരിച്ചാൽ ഒരു മനുഷ്യത്തോളം ആരും അവിടെ പോവില്ലെന്ന് ചോദിച്ചു. ഇല്ലേ ഇല്ലേ? അപ്പൊ ഞാൻ ഇന്നലെ അപ്പൊ തിരിച്ചു നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമില്ലല്ലോ. നിങ്ങൾ വല്ലതും ചോദിച്ചോ? ഞാൻ ഇന്നലെ ചോദിച്ചു. ഈ അല്ലല്ല, ഞാനങ്ങനെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു. ആ മനുഷ്യത്വത്തിന്റെ പേരിലാണെങ്കിൽ മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസിന്റെ 16 കിലോമീറ്റർ അകലെയാണ് ഈ പൂക്കോട്ടൂർ സർവകലാശാല അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ സിദ്ധാർത്ഥ് എന്ന കുട്ടി മരിച്ചിട്ട് എത്ര ദിവസം അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ ഞങ്ങളെല്ലാവരും പോയി. മുഖ്യമന്ത്രി ഒരു സംസ്ഥാനത്തിന്റെ ഭരണത്തലവൻ മാത്രമല്ല, ഈ കേരള കുടുംബത്തിന്റെ നാഥൻ കാരണവരാണ്. അദ്ദേഹത്തിന് ഈ മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് അവിടെ പോയിക്കൂടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചു. അത് എവര് ചോദിച്ചില്ല. നിങ്ങളിൽ ഒരാൾക്ക് ചോദിക്കാൻ ധൈര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. അതെ, ഞാൻ തന്നെ പറഞ്ഞു, മന്ത്രിമാരടക്കം പോയിരുന്നു. മന്ത്രിമാര് പോയാൽ പോലല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, അതൊരാളല്ലേ ഉള്ളൂ.